നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. 10 കളികൾ കഴിയുമ്പോൾ 3 വിജയങ്ങൾ, 7 തോറ്റു. ഇനി പ്ലേ ഓഫ് എന്നുള്ളത് ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു, പ്രതീക്ഷ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന മട്ടിലായി കഴിഞ്ഞിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസ്. IPL ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ ടീമുകളുടെ നിലയിലുള്ള ആ ഒരു നിരയിലുള്ള MI അവരെ ആ നിരയിലേക്ക് കൊണ്ടുപോയ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റി ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിക്കൊണ്ടാണ് ഈ സീസൺ കളിച്ചത്. വമ്പൻ തിരിച്ചടികൾ ഇപ്പോൾ നേരിട്ട് കഴിഞ്ഞു. ഇത് ഹാർദിക്കിന്റെ ക്യാപ്റ്റൻസി മോശമായതുകൊണ്ടാണ് എന്ന പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ഇർഫാൻ പത്താൻ. കഴിഞ്ഞ സീസണിൽ അവർ പ്ലേ ഓഫ് കളിച്ചു. ജസ്പ്രീത് ബുംറ ഇല്ലാതെ ഇപ്പൊ ബുംറ മികച്ച പ്രകടനം നടത്തിയിട്ടും ടീമിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ കളിക്കളത്തിൽ ടീമിനെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്യുന്നില്ല നായകൻ. അതുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് ഇർഫാൻ പത്താൻ. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. ദി ടീം മുംബൈ ഇന്ത്യൻസ് ദാറ്റ് ക്വാളിഫൈഡ് ലാസ്റ്റ് ഇയർ ഡിഡ്ന്റ് ഹാഡ് ജസ്പ്രീത് ബുംറ. കഴിഞ്ഞ തവണ പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്ത മുംബൈ ഇന്ത്യൻസിന് ജസ്പ്രീത് ബുംറ ടീമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദിസ് സീസൺ ദേ ഹാഡ് ഹിസ് സർവീസ്. ഇപ്പം അദ്ദേഹത്തിന്റെ സർവീസ് അവർക്ക് ലഭിക്കുന്നുണ്ട്. എന്നിട്ടും ഇതാണ് സിറ്റുവേഷൻ. ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ടീം വേണ്ട വിധത്തിലല്ല ഗ്രൗണ്ടിൽ മാനേജ് ചെയ്യപ്പെടുന്നത്. ഒരുപാട് മിസ്റ്റേക്കുകൾ അവരുടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയിൽ നിന്ന് വരുന്നു. പ്യുവർലി ബിക്കോസ് ദി ടീം വാസ് ഇൻ മാനേജ്ഡ് വെൽ ഓൺ ദി ഗ്രൗണ്ട്. Too many mistakes by their captain Hardik Pandya. It's the truth. അതൊരു സത്യമാണ്. ഹാർദിക് പാണ്ഡ്യയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മുംബൈ ഇന്ത്യൻസ് വീണു പോയത് എന്ന് തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇർഫാൻ പത്താൻ. ഇനി ഇർഫാൻ പറഞ്ഞ ആ കാര്യത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, അതായത് ജസ്പ്രീത് ബുംറയുടെ സർവീസ് അതൊരു വല്ലാത്ത ഒരു സപ്പോർട്ടാണ് മുംബൈ ഇന്ത്യൻസിന്. എന്നിട്ടും നോക്കുക, പർപ്പിൾ ക്യാപ്പ് അദ്ദേഹത്തിന്റെ തലയിലാ. എന്നിട്ടും എന്ത് സംഭവിക്കും നോക്കുക. GTക്കെതിരെ 4 ഓവർ ബൗൾ ചെയ്ത അദ്ദേഹം വിട്ടുകൊടുത്ത് വെറും 14 റൺസ്, 3 വിക്കറ്റ് എടുത്തു. SRH 4 ഓവർ 36 റൺസ്. രാജസ്ഥാൻ റോയൽസിന് 4 ഓവറിൽ വെറും 26 റൺസ്. DCക്കെതിരെ 4 ഓവറിൽ 22 റൺസിന് 2 വിക്കറ്റ്. RCBക്കെതിരെ 4 ഓവറിൽ 21 റൺസിന് 5 വിക്കറ്റ്. CSKക്കെതിരെ ആകെ വിട്ടുകൊടുത്ത് 4 ഓവറിൽ 27 റൺസ്. PBKസിനെതിരെ 4 ഓവറിൽ 21 3 വിക്കറ്റ്. രാജസ്ഥാൻ റോയൽസിനെതിരെ പിന്നെ 4 ഓവറിൽ 37. DCക്കെതിരെ 4 ഓവർ 35 1. ഇന്നലെ LSGക്കെതിരെയും 4 ഓവറിൽ വെറും 17 റൺസ് മാത്രം കൊടുത്തു. എന്നിട്ടും അങ്ങനെ ഒരു ബൗളർ ഒരു ഭാഗത്ത് 4 ഓവറുകൾ എറിഞ്ഞ് തീർത്ത് തരാനുണ്ടായിട്ടും നിങ്ങളുടെ ടീം തോൽക്കുന്നുണ്ടെങ്കിൽ അത് ക്യാപ്റ്റന്റെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ടാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇർഫാൻ പത്താൻ. അതേസമയം വസിം ജാഫർ ഇപ്പം ഹാർദിക് പാണ്ഡ്യക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എക്സിലെ പോസ്റ്റ് എങ്ങനെയാണ്: ഒരാളുടെ പെർഫോമൻസിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം, പക്ഷേ വളരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പേഴ്സണൽ ട്രോളിങ്ങും അറ്റാക്കുകളും അത് വലിയ രൂപത്തിൽ നിരാശ ഉണ്ടാക്കുന്നതാണ്. സ്റ്റേ സ്ട്രോങ് ഹാർദിക് പാണ്ഡ്യ. അടുത്ത മാസം നിങ്ങൾ വേൾഡ് കപ്പിൽ വളരെ പ്രധാനപ്പെട്ട ചില ഇന്നിങ്സുകൾ കളിക്കുമ്പോൾ ഈ എതിർക്കുന്നവർ തന്നെ, ഈ സെയിം പീപ്പിൾ തന്നെ നിങ്ങളെ അഭിനന്ദിക്കാനുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് വസിം ജാഫറിന്റെ ട്വീറ്റ്. ഏതായാലും വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റനായിട്ട് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ ഫോമിന്റെ കാര്യത്തിൽ സംശയങ്ങളുണ്ട്. ഇന്നലെയും ഗോൾഡൻ ഡെക്കായി എന്നാൽ പോലും അദ്ദേഹം ടീമിൽ വൈസ് ക്യാപ്റ്റനായിട്ട് ഇടം പിടിച്ചിരിക്കുന്നു. ഒരു ദിവസം ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.